ശിവജലം എന്ന് പറയുന്നത് മൂത്രമാണ്. ഈ മൂത്രത്തിൽ ഈ നാഗാൻ ഗരുഡൻ കൊടി കൊണ്ടുവന്ന് പൊടിച്ചിട്ട് ഏലത്തെരിയുന്നത് കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് ശിവൻ തൻ്റെ ഏലത്തിനാണ്. ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇയാൾക്ക് രോഗശമനത്തിനുള്ള അടിത്തറയായി. ഇത് നമ്മൾ ഇത് ചെടിയല്ലത്, ഇത് അത്യുഗ്രമായ മരുന്നാണ്. അതായത് നമ്മളെ കയ്യിലോ കാലിലോ ദേഹത്തോ എവിടെയെങ്കിലും മുറിവ് ഉണ്ടായാൽ, പച്ച മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ എടുക്കുക, ഇതിന്റെ ഇല ഇങ്ങനെ പറിച്ചെടുക്കുക, എടുത്തിട്ട് കയ്യിൽ വെച്ച് കസക്കുക, കയ്യിൽ വെച്ച് കസക്കിയിട്ട് ആ മുറിവിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക, പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു തുണി ഏതെങ്കിലും വെച്ച് കെട്ടി വെക്കുക. ഞാനിപ്പം പിന്നെ ഈ മുടി വളർന്ന എണ്ണയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറും ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്, ഗുണപ്രദമാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു ചോദ്യം വരും, എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ പെട്ടാറില്ല, എനിക്കത് താല്പര്യമില്ല. എനിക്ക് എണ്ണ പുരട്ടുന്നതോട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ആവശ്യം നമ്മൾ ചെയ്യും, കാരണം എണ്ണ പുരട്ടിയതുകൊണ്ട് വേറെ പ്രശ്നം ചോദിക്കുന്നത് നല്ലതാണ്. എനിക്കങ്ങനെ ഈ ചോദിക്കുന്നതാണ്, എനിക്ക് ചോദ്യമാണ് ഉത്തരത്തിന് ഒരു എനർജി ഉണ്ടാകുന്നത്. അപ്പൊ ചോദ്യം ഉണ്ടെങ്കിലേ ഉത്തരവുള്ളൂ. ഏത് ഇതോ? ഇത് നമ്മൾ ആലാണ്, പേരാലല്ല, ഇതിനാണ് കല്ലാലെന്ന് പറയുന്നത്. ഇത് കല്ലാലെന്ന് പറയുന്ന സാധനം. ഇനി ഇതിനകത്ത് ഈ ആലിൽ തന്നെ വേറെ സാധനം കിടക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് പാൽമതക്ക്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളാണ്. പാൽമതക്കില് ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതാണ് നമ്മൾ മരുന്നായിട്ട് എടുക്കുന്നത്. ഇതിനെ ഇവിടെ ചീനി മതക്കെന്നും പറയും. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ചീനി മതക്കെന്നും പറയും. ഇനി ഇവിടെ ആദിവാസികൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമുണ്ട്, നെടുവൻ കിഴങ്ങ്. കേട്ടിട്ടുണ്ടോ? നെടുവൻ കിഴങ്ങ് നെടുവന്നൂർ സ്ഥലമല്ല, ഇത് കിഴങ്ങാണ്. നെടുവൻ കിഴങ്ങാണ്ട ഇതാണ് സാധനം. ഇത് കപ്പയല്ല, ഇത് കപ്പയല്ല, ഇത് അടിപൊളി സാധനമാണ്. ഇതിന്റെ കിഴങ്ങുണ്ട്, ഇതിന്റെ ചോട്ടിൽ കിഴങ്ങുണ്ട്. ഭക്ഷണത്തിനായി അതിന് പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചാ. ഇതെന്താന്നറിയോ? ഇത് നിലത്താമര എന്ന് പറയും. അത് നല്ല രസമുണ്ട് നിലത്താമര. ഇതിന്റെ സാധനം ഇവിടെ ഈ മണ്ണിലായതുകൊണ്ടാണ് ഇത്രയും പൊക്കം ഉണ്ടാകുന്നത്. ഇതല്ലാതെ വേറൊരു മണ്ണിലാണ് ഇത്രയും പൊക്കം വരില്ല, മണ്ണിൽ ഇങ്ങനെ പടർന്നു കിടക്കും. അങ്ങനെയുള്ള സാധനമാണ്. ഇനി പിന്നെ ഇത് നമ്മൾ സാധാരണ വീട്ടുമുറ്റത്തൊക്കെ കണ്ടുവരുന്ന ഒരു ഐറ്റം സാധനമാണ് ഈ എന്താ പറയുക, നാറ്റപ്പൂച്ചെടി. ഇത് നാറ്റപ്പൂച്ചെടിയാണ്, നമ്മൾ സാധാരണ കണ്ടുവരുന്ന സാധനമാണ്. ഇത് ഭയങ്കരമായ മരുന്നാണ്. ഇത് മുറിവിന് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൻ ഏറ്റവും ഫലപ്രദമാണ്. ഇതിനകത്ത് പൂ ഉണ്ടാവില്ലേ? ഈ പൂ ഉണ്ടാവും. ഇത് നമ്മുടെ ഇതും 100 രൂപയ്ക്ക് കിട്ടും എറണാകുളത്ത് തന്നെ. ഇതിന്റെ ചെറിയ ഇലയായിരിക്കും ഇത്. ഇത് ഭയങ്കര സാധനമാണ്. കയ്യില് മറ്റേ ഇച്ചിച്ചി പരിപാടിയൊക്കെ കാണിച്ചിട്ട് വരുന്നവരെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഞെരടും ആ സ്മെല്ല് പോകാൻ വേണ്ടിട്ട്. നല്ല സൂപ്പർ സാധനമാണ് ഇത്. ഇപ്പൊ ഈ പിന്നെ മരുന്ന് പറഞ്ഞ ഇത് മരുന്നാണ്. അതെ, ഇത് മരുന്ന്. എന്തിനാ ഉപയോഗിക്കാം? ഇത് ഈ മുറിവിനൊന്നും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ശരീരം ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവനെ കമ്മ്യൂണിസ്റ്റ് പച്ച പിഴിഞ്ഞൊഴിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇതാകുമ്പോ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കൂട്ടുകാരിയുടെ കാലം വിട്ടു പറഞ്ഞപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ ഞെവടി ഒഴിച്ചു കൊടുത്തു, വെറുതെ ആയി പോയോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മൾ ഞെവടി ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ ചികിത്സ എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിനെ തൃപ്തി, അതായത് ഒരു മനസ്സിനാണ് ആദ്യം നമ്മൾ ചികിത്സ നടത്തുന്നത്. അത് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുക. ഇതിൽ തന്നെ പറയുന്നുണ്ട്, പാമ്പ് തന്നെ കടിച്ചെടുക്കാൻ മുന്നമേ പാമ്പ് തന്നെ കിട്ടാമെങ്കിൽ കല്ല് കട്ട കടിക്കുക നീ. ഈ കല്ല് കട്ട കടിക്കുക നീ എന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെ പാമ്പിനെ പിടിച്ചു വെച്ച് കടിക്കുക എന്നാണ് പറയുന്നത്. ഈ പാമ്പിനെ പിടിച്ചു വെച്ച് കടിച്ചാൽ അത് ഫലപ്രദമല്ല എന്നുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാം. പിന്നെ കല്ലിലോ കട്ടയിലോ കടിച്ചാൽ നിന്റെ വിഷത്തിന് ശമനം വരുമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഫലപ്രദമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ആദിവാസി വൈദ്യം പറയുന്നത് വെറും പറ്റിപ്പാണ്, അല്ലെങ്കിൽ ആയുർവേദം പറഞ്ഞ വെറും പറ്റിപ്പാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പറയുന്ന ചികിത്സയെക്കുറിച്ച് ഈ ആധുനിക വൈദ്യക്കാർ പഠിക്കണം. അത് പറയുന്നത് വെച്ചാൽ പാമ്പ് തന്നെ കടിച്ചെടുക്കാൻ മുന്നമേ പാമ്പിനെ പിടിച്ചു കടിക്കുക. പാമ്പ് തന്നെ കിട്ടാൻ കല്ല് കട്ട കടിക്കുക നീ. ഈ കല്ലിലോ കട്ടയിലോ കടിക്കുക, അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ചു വെച്ച് കടിക്കുക ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പം ആദ്യം നമ്മൾ മനസ്സിന് ചികിത്സ കൊടുക്കുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം പ്രശ്നമൊന്നും ഇല്ല എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ പകുതി ചികിത്സയായോടെ ബാക്കിയുള്ളത് പിന്നീട് നമ്മൾ ചെയ്താൽ മതി. രണ്ടാമത് പറയുന്നുണ്ട്, നാഗാൻ ഗരുഡൻ കൊടി കൊണ്ടുവന്ന് പൊടിച്ചിട്ട് ഏലത്തെരിയും തഥാ കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് ശിവൻ തന്റെ ഏലത്തിനാൽ. ശിവജലം എന്ന് പറയുന്നത് മൂത്രമാണ്. ഈ മൂത്രത്തിൽ ഈ നാഗാൻ ഗരുഡൻ കൊടി കൊണ്ടുവന്ന് പൊടിച്ചിട്ട് ഏലത്തെരിയും തഥാ കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് ശിവൻ തന്റെ ഏലത്തിനാൽ. ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇയാൾക്ക് രോഗശമനത്തിനുള്ള അടിത്തറയായി. പിന്നീട് നമ്മൾ സ്റ്റെപ്പായിട്ട് കൊടുക്കണം. വിഷത്തിന് വിഷം കൊണ്ട് തന്നെയാണ് ചികിത്സ എന്നാണ് പഴമക്കാർ പറയുന്നത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നതാണ് പറഞ്ഞത്. ഉഷ്ണേനെ ശാന്തി ചെയ്യുന്നത്.
ഞങ്ങളൊക്കെ വിഷ്ണു ശാന്തികൃഷ്ണ എന്ന് പറയും. അപ്പം ഇത്രയും വിദഗ്ധമായിട്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ ഇവർക്ക് ചികിത്സ അറിയില്ല എന്നാണ് ഞാൻ ചികിത്സിക്കുന്ന ആളിന്റെയും ആ ചികിത്സിക്കപ്പെടുന്ന ആളിന്റെയും മനസ്സ് പോലെ ഇരിക്കും. മനസ്സ് പോലെ ഇരിക്കും. അപ്പൊ ഞാനന്ന് അവർക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ചോട് ഉണങ്ങി മനസ്സ് കൊള്ളായിരുന്നു. എന്തോ എന്തായിരുന്നാലും ശരി, ഉണങ്ങിയല്ലേ? ഉണങ്ങി. അത് നല്ല ഉണങ്ങിയതോടങ്ങ് പോയി. ശരി, ഇനിയുണ്ട് അടുത്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുകളെല്ലാം ഇതിന്റെ എന്താ പറയുന്നറിയോ? ഞാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വെച്ച പറിക്കുന്നുണ്ട്. ഇതിന്റെ ഇല എന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് തുറ്റി. ഇത് മറ്റേ ബോൾ പോലെ മുള്ളു പോലെ തുറ്റി. ഇത് ബല എന്ന് പറയും. ബല ആംഗ്ലോ ഇന്ത്യക്കാരുടെ പേര് പോലുണ്ട്. തുറ്റി. ഇത് തുറ്റി. ഇതിന്റെ ബല എന്ന് പറയും. അതായത് കുറുന്തോട്ടി, പിന്നെ ഈ തുറ്റിവേര്, അതുപോലെ പിന്നെ നാര, പിന്നെ മുള്ളിനാര, ഇതൊക്കെ ഈ വാതരോഗത്തിന് എടുക്കുന്ന കഷായ കൂട്ടുകളുടെ പേരുകളാണ്. ഇതുകളെല്ലാം എടുത്താണ് നമ്മൾ ഒരു കഷായം ഇട്ട് ഈ രോഗിക്ക് മടങ്ങി കൈയും കാലും നൂരാത്ത രോഗിക്ക് കൊടുക്കുന്ന ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇതിനെ പണ്ടുള്ള ആളുകൾ ഇതിനെ തുറ്റിയെന്ന് പറഞ്ഞ് കളഞ്ഞുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ഗുണപ്രദവും ഫലപ്രദവുമായ മെഡിസിനുകളാണ്. ഇത് ഈ ഭൂമിയിലുള്ള എല്ലാ മെഡിസിനുകളാണ്. ഈ സാധനം വട്ട, ഈ വട്ട എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ഇത് മെഡിസിൻ അല്ല. പക്ഷെ ഇതിനകത്തൊരു ഗുണമുണ്ട്, പശയുണ്ട്. ഇത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയ വട്ടപ്പശ. ഞാൻ വട്ടപ്പശ വെച്ച് പണ്ട് സ്കൂളിൽ പ്രൊജക്ട് ഒട്ടിച്ചിട്ടുണ്ട്. പശ അടിക്കാൻ കാശല്ല, അച്ഛൻ തന്നില്ല, ഞാൻ കളിച്ചില്ല. ഞാൻ വട്ട കയറിയിട്ട് ചെത്തി കൊണ്ടുവന്നിട്ട് കെട്ടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതിനകത്തെ നല്ല അരി പൊടിച്ച് ശർക്കര തിരുമി പരത്തി അതിലേക്ക് തേങ്ങയും പഞ്ചസാര ഇട്ട് പട്ടലയിൽ പൊടിച്ചിട്ട് പുഴുങ്ങി അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ വലസൻ എന്ന് പറയും. പല നാട്ടിൽ അത് പറയുമ്പോൾ തെറ്റാണ്. അതെ, അവിടെ വലസൻ എന്ന് പറയും, ഇവിടെ ഇലയപ്പം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ വലസൻ എന്നല്ലേ? ഞങ്ങളുടെ നാട്ടിൽ വലസൻ എന്നാണ്. പല നാട്ടിൽ വലസൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും വലസൻ എന്ന് പറഞ്ഞാലും ഇലയുടെ എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ വാക്ക് വേറെ അർത്ഥമാണ്. നമ്മൾ പറയണ്ട. അതെങ്ങനെ വന്നേന്നുള്ളത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അറിയാത്ത ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരും. അത് എങ്ങനെയാണ് വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിച്ചിട്ടല്ല, എനിക്കറിയാം, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ പറയാൻ പറ്റൂല. വേണ്ട പറയണ്ട. ഇത് കുരുമുളകല്ലേ? ഇത് കുരുമുളകല്ല, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പെരുംതിർപ്പലി. പെരുംതിർപ്പലി. ഇതാ ഈ സാധനം കണ്ട, ഇത് നമ്മള് ചെടിയായിട്ടാണ്. ഇത് ചെടിയല്ലത്, ഇത് അത്യുഗ്രമായ മരുന്നാണ്. അതായത് നമ്മുടെ കയ്യിലോ കാലിലോ ദേഹത്തോ എവിടെയെങ്കിലും മുറിവ് ഉണ്ടായാൽ, പച്ച മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ എടുക്കുക, ഇതിന്റെ ഇല ഇങ്ങനെ പറിച്ചെടുക്കുക, എടുത്തിട്ട് കയ്യിൽ വെച്ച് കസക്കുക. കയ്യിൽ വെച്ച് കസക്കിയിട്ട് ആ മുറിവിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു തുണി ഏതെങ്കിലും വെച്ച് കെട്ടി വെക്കുക. തുണി വെച്ച് കെട്ടി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് കെട്ടടിച്ച് കളയാം. കെട്ട് അടിച്ച് കളഞ്ഞിട്ട് പച്ചവെള്ളം കൊണ്ട് കഴിയും. ആദ്യം മുറിവ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങി കരിഞ്ഞു പോകും. ഇതിനെ പറയുന്നത് മുറിവുണക്കി എന്നാണ്. ഇതിന് ആ ചെടിക്ക് അങ്ങനെ ഒരു പേരുണ്ട്, മുറിവുണക്കി.